بسم الله الرحمن الرحيم ويوم يناديهم فيقول أين شركائي الذين كنتم تزعمون ونزعنا من كل أمة شهيدا فقلنا هاتوا برهانكم فعلموا أن الحق لله وضل عنهم ما كانوا يفترون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1330 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 74-75 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ യുനാദീഹിം ഫയഖൂലു അയ്ന ശുറകാഇയ അല്ലദീന കുൻതും തസഉമൂൻ ونزعنا من كل أمة شهيدا فقلنا هاتوا برهانكم فعلموا أن الحق لله وضل عنهم ما كانوا يفترون. صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 74-75 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഖസസിലെ മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുദീർഘമായ വിവരണത്തെ തുടർന്ന് മക്കയിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിസംബോധിതരായ ഖുറൈശി സമൂഹത്തെയും മുഖ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ നുബുവത്തിനെ തള്ളിക്കളയുന്ന നിഷേധിക്കുന്ന ആളുകളെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള അവരുടെ നിലപാടുകളിലെ പൊള്ളത്തരം വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ള ആയാത്തുകളുടെ ഏകദേശം ഒരു പരിസമാപ്തിയുടെ ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച 2 ആയത്തുകൾ ആ സംസാരം അവസാനിപ്പിക്കുന്ന അതിന്റെ അവസാനത്തിലേക്ക് എത്തുന്ന വിധത്തിലുള്ളതാണ്. ചില പ്രാപഞ്ചിക പ്രതിഭാസങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിക്കുകയുണ്ടായ ആയത്തുകളിൽ അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. അള്ളാഹുവിന്റെ ഏകത്വം ബോധ്യപ്പെടുത്തി തരുന്ന 2 പ്രതിഭാസങ്ങളാണ് രാവും പകലും. അനന്തമായി തുടരേ ദിവസങ്ങളിൽ രാത്രി തന്നെ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തുടരേ പകല് തന്നെ ആകുകയാണെങ്കിൽ, മറിച്ചുള്ള ഒരവസ്ഥ നിങ്ങൾക്ക് ഏത് ഇലാഹാണ് ഉണ്ടാക്കി തരിക എന്നതാണ് അള്ളാഹു അവിടെ ഉന്നയിക്കുകയുണ്ടായ ഒരു ചോദ്യം. ഈ ആളുകൾക്ക് പരിചയമുള്ള അള്ളാഹുവിനോടൊപ്പം പങ്കാളികളായിക്കൊണ്ട് അവർ പരിഗണിക്കുന്ന അവരുടെ ദേവന്മാരും ദേവിമാരും മൂർത്തികളും ഒക്കെ തന്നെ ആകാശഭൂമികൾ ഈ വിധത്തിൽ സംവിധാനിക്കപ്പെട്ടതിന് ശേഷമുള്ള കാലത്ത് ഉടലെടുത്തവയാണ്. അവയ്ക്കൊന്നും ഈ രാപ്പകലുകളുടെ ഈ കറക്കത്തിനെ നിർണയിക്കുന്നതിൽ യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ കാരുണ്യമാണ് മനുഷ്യർക്കായി മനുഷ്യ സമൂഹത്തോടായി അള്ളാഹു കാണിച്ചിട്ടുള്ള അവന്റെ റഹ്മത്താണ് രാവിലും പകലിലുമൊക്കെ ആ സംവിധാനത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്.
മനുഷ്യന് ഏറ്റവും കംഫർട്ടബിളായ വിശ്രമ സമയമാകുന്ന വിധത്തില് രാവിനെയും ജീവിത വിഭവങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തേടി പോകാൻ പറ്റുന്ന വിധത്തില് പകലിനെയും സംവിധാനിച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. അതിൽ ഈ പറയപ്പെടുന്ന ആലിഹത്തിനൊന്നും യാതൊരു പങ്കുമില്ല. ഇനി ഈ അവസ്ഥയിൽ അള്ളാഹു വല്ലതും മാറ്റം വരുത്തുകയാണെങ്കിൽ പഴയ പോലെ ആക്കി തരുവാൻ ഈ ആലിഹത്തുകൾക്കൊന്നും സാധ്യവുമല്ല. ഇനി അള്ളാഹു അല്ല ഈ വിഗ്രഹങ്ങളോ ഈ ആലിഹത്തുകളോ ഒക്കെയാണ് രാവിനെയും പകലിനെയും ഈ വിധത്തിൽ സംവിധാനിച്ചത് എന്ന വാദം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടിയുള്ള മറുപടിയായിട്ടാണ് അള്ളാഹു ഇവിടെ കാര്യം ഉന്നയിക്കുന്നത്. അവരാണത് ഇപ്പോൾ ഉള്ള രീതിയിൽ സംവിധാനിച്ചിട്ടുള്ളതെങ്കിൽ അള്ളാഹു അതങ്ങ് അവസാനിപ്പിച്ച് രാവിനെ തുടരെ രാവും പകലിനെ തുടരെ പകലുമാക്കി വെച്ചുകൊണ്ട് പുനരാവിഷ്കരിക്കുകയാണെങ്കിൽ രാവു മാത്രമുള്ള അവസ്ഥയിൽ പകലിനെ ഇവർക്ക് ഏത് ഇലാഹ് കൊണ്ടുതരും? പകല് മാത്രമുള്ള അവസ്ഥയിൽ രാവിനെ ഇവർക്ക് ഏത് ഇലാഹ് കൊണ്ടുതരും എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. നേരത്തെ രാവും പകലും ഈ വിധത്തിൽ സംവിധാനിച്ചത് ഇവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനെ വീണ്ടും ചെയ്യാവുന്നതേ ഉള്ളൂവല്ലോ. അക്കാര്യമാണ്, ആ ഒരു ലോജിക്കൽ പോയിന്റ് ആണ് അതിൽ അടങ്ങിയിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കാം. ഇനി ഈ യുക്തിയുടെയും ഭൗതികതയുടെയും തലത്തിൽ നിന്നുകൊണ്ടുള്ള ഈ ആശയം പങ്കുവെക്കലിന് തുടർച്ചയായി അള്ളാഹു ഇതിന്റെ ഒരു പരിസമാപ്തി എന്ന നിലയ്ക്ക് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മളിന്ന് വായിച്ചു വെച്ച ആയത്തുകളിൽ. യൗമ യുനാദീഹിം, അള്ളാഹു അവരെയൊക്കെ വിളിക്കുന്ന ആ നാളിൽ, ഫയഖൂലു, അവൻ അവരോടായിട്ട് ഇങ്ങനെയാണ് പറയുക ആ നാളിൽ, അയിന ശുറക്കാഇ അല്ലദീന കുന്തും തസഉമൂൻ, നിങ്ങളുടെ എന്നോടൊപ്പമുള്ള പങ്കാളികളായിട്ട് നിങ്ങൾ സങ്കല്പിച്ചിരുന്ന, നിങ്ങൾ അവകാശപ്പെട്ടിരുന്ന, നിങ്ങൾ വാദിച്ചു കൊണ്ടിരുന്ന ആ ഇലാഹുകളൊക്കെ എവിടെ പോയി? ഇതാണ് അള്ളാഹു ആ വിചാരണയുടെ നാളിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്ന, വിചാരണക്കായിട്ട് വിളിച്ചു കൂട്ടുന്ന നാളില് അള്ളാഹു അവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. വയൗമ യുനാദീഹിം, അവൻ അവരെ വിളിച്ചു കൂട്ടുന്ന ആ ദിവസം. ഫയഖൂലു, ആ ഘട്ടത്തിൽ അവൻ അവരോടായിട്ട് ചോദിക്കുന്നു, പറയുന്നു, അയിന ശുറക്കാഇ, എന്റെ പങ്കാളികൾ എവിടെ? എനിക്ക് ചില പങ്കാളികളൊക്കെ ദിവ്യത്വത്തിൽ ഉണ്ട് എന്നാണല്ലോ നിങ്ങൾ അവകാശപ്പെട്ടിരുന്നത്. ആ പങ്കാളികളൊക്കെ എവിടെ പോയി? അല്ലദീന കുന്തും തസഉമൂൻ, നിങ്ങൾ അങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്ന ആളുകളാണ്. എന്നോടൊപ്പം ദിവ്യത്വത്തിൽ വേറെ ചിലർക്കൊക്കെ പങ്കാളിത്തമുണ്ട് എന്ന വാദമാണ് നിങ്ങൾ ഉന്നയിച്ചിരുന്നത്. നിങ്ങളുടെ ആ വാദത്തില് നിങ്ങൾ ഉയർത്തി കാണിച്ചിരുന്ന എന്നോടൊപ്പമുള്ള പങ്കാളികളൊക്കെ എവിടെ? അവരെ വിളിക്കൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. വനസാഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ, ആ ഘട്ടത്തില് എല്ലാ ഉമ്മത്തുകളിൽ നിന്നും, എല്ലാ സമുദായങ്ങളിൽ നിന്നുമായി നാം ഒരു സാക്ഷിയെ കൊണ്ടുവരും, ഒരു സാക്ഷിയെ ഹാജരാക്കും. നസാഅന, നസാഅന എന്ന് പറഞ്ഞാൽ പുറത്തു കൊണ്ടുവരിക, അതുപോലെ മാറ്റി നിർത്തുക, വേറിട്ട് കാണുന്ന വിധത്തില് പ്രത്യക്ഷപ്പെടുത്തുക എന്നൊക്കെയാണ് സൂചന. നീക്കുക, ചലിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥവും ഉണ്ട് ഈ വാക്കിന്. അപ്പൊ ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് എല്ലാ സമുദായത്തിലും അള്ളാഹുവിന്റെ സാക്ഷിയായിട്ട് ജനങ്ങളുടെ കാര്യത്തിൽ സാക്ഷ്യം വഹിക്കാനായി അള്ളാഹു ചിലരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. സൂറത്തുൽ ബഖറയിൽ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ആയത്തിൽ നമുക്കിത് കാണാൻ കഴിയും. وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ وَيَكُونَ الرَّسُولُ عَلَيْكُمْ شَهِيدًا. അവിടെ റസൂലിനെയും അദ്ദേഹത്തിന്റെ പിൻഗാമികളായ, അദ്ദേഹത്തിനെ പിൻപറ്റുന്ന ആളുകളെയും ഒക്കെ ജനങ്ങളുടെ കാര്യത്തില്
സാക്ഷിയാക്കി നിർത്തിയതായിട്ട് അള്ളാഹു പറയുന്നത് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തില് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ജനങ്ങൾ എന്ത് നിലപാട് അക്കാര്യത്തിൽ സ്വീകരിക്കുന്നു എന്നതിന് സാക്ഷികളാവുകയും ചെയ്യുക എന്നതാണ് പ്രാഥമികമായി പ്രവാചകന്മാരും അവരുടെ വളരെ അടുത്ത അനുയായികളും പിന്നെ ചരിത്രത്തിലുടനീളം പല ഘട്ടങ്ങളിലായിട്ട് ആ ദൗത്യം നിർവഹിക്കാൻ രംഗത്തു വന്ന പ്രവാചകന്മാരുടെ പിൻഗാമികളായ അനുയായികളും ഇവരെയൊക്കെ അവരുടെ പ്രാഥമികമായ ചുമതലയായിട്ട് അള്ളാഹു സാക്ഷ്യം വഹിക്കുക എന്നതാണ് വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ വിശുദ്ധ ഖുർആനിലെ പല സൂചനകളിൽ നിന്നും മനസ്സിലാക്കുന്നു. ആളുകൾക്ക് അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രപഞ്ച സ്രഷ്ടാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യം ഒരു ബോധ്യമായി മാറുന്ന വിധത്തില് അവരുടെ മുന്നിൽ കാര്യങ്ങള് അവതരിപ്പിക്കുകയും അവരെ വിസ്മൃതിയിൽ നിന്ന് തട്ടിയുണർത്തുകയോ ഒക്കെ ചെയ്യുക എന്നതാണ് പ്രവാചകന്മാരും പിൻഗാമികളും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യം, ചെയ്യേണ്ടതുമായ കാര്യം. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മുഴുവൻ മനുഷ്യരെയും അവരുടെ ആത്മാക്കളെയും അണിനിരത്തിക്കൊണ്ട് അള്ളാഹു എല്ലാവരെ കൊണ്ടും സാക്ഷ്യം വഹിപ്പിച്ച ഒരു കാര്യമാണ് അലസ്തു ബി റബ്ബിക്കും എന്ന ചോദ്യം. അവരൊക്കെ ബല എന്ന് ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ്. ഈ ആളുകളൊക്കെ പലപ്പോഴായിട്ട് ഈ കാര്യം വിസ്മരിച്ചു പോയ ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ പിൻഗാമികളായിട്ട് രംഗത്ത് വന്ന ആളുകളും ഒക്കെ സ്വാലിഹുകളും അള്ളാഹുവിന്റെ ഔലിയകളും സിദ്ദീഖുമാരും ഒക്കെ തന്നെ ഈ ഓർമ്മപ്പെടുത്തുക എന്ന ദൗത്യം നിർവഹിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവര് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോ സമൂഹം, ജനങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് എന്ന കാര്യം കൂടി സാക്ഷ്യം വഹിക്കുകയാണ് ഇവരൊക്കെയും തന്നെ ചെയ്യുന്നത്. അപ്പോ അള്ളാഹുടെ പറയുന്നത് വയൗമ യുനാദീഹിം, അള്ളാഹു അവരെയൊക്കെയും വിളിച്ച് ഹാജരാക്കുന്ന നാളിൽ ഫയഖൂലു അയ്ന ശുറകാഇ അല്ലദീന കുൻതും തസഉമൂൻ, നിങ്ങൾ എന്നോടൊപ്പം പങ്കാളികളാണ് എന്ന് അവകാശപ്പെട്ടിരുന്ന ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ എവിടെ പോയി എന്ന് അവരോട് ചോദിക്കുകയും ചെയ്യും. വനസഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ, ആ ഘട്ടത്തില് ഓരോ ഉമ്മത്തിൽ നിന്നും, ഓരോ വ്യത്യസ്തമായ സമുദായങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നുമായിട്ട് അവരുടെ കാര്യത്തില് സത്യം അവരെ ബോധ്യപ്പെടുത്തുന്നതിനും ഉണർത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ചിലര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വ്യക്താക്കുന്നുണ്ട്. അപ്പൊ ഈ ദൗത്യം നിർവഹിച്ച ആളുകൾ ആ സമൂഹത്തിന്റെ മേൽ സാക്ഷികളായിട്ട് നിലകൊള്ളുന്നവരാണ്. ഒന്നുകിൽ അവരുടെ ആ സമൂഹത്തിന്റെ സത്യസന്ധമായ നിലപാടുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവർക്ക് അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്നവരാണ് അവർ. അതല്ലെങ്കിൽ അവരുടെ കാപട്യവും അതുപോലെ അവരുടെ സത്യസന്ധതയില്ലായ്കയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരിൽ സാക്ഷ്യം വഹിക്കുന്നവരാണ് ഈ ഷഹീദാവുന്ന ആളുകൾ. അപ്പോ അള്ളാഹുവോട് ചോദിക്കുന്നത്, അന്ന് ഓരോ ഉമ്മത്തിൽ നിന്നും, ഓരോ സമുദായത്തിൽ നിന്നും, ഓരോ തലമുറയിൽ നിന്നും, ഓരോ കാലഘട്ടത്തിൽ നിന്നും, അല്ലെങ്കിൽ ഓരോ പ്രദേശത്തിന്റെ ഓരോ പ്രദേശത്തും അധിവസിക്കുന്ന സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ട് അവരുടെ കാര്യത്തിൽ സാക്ഷ്യം വഹിക്കാനായി അള്ളാഹു നിശ്ചയിച്ച ആളെ അള്ളാഹു പ്രത്യക്ഷത്തിൽ കൊണ്ടുവരുന്നു. ഫഖുൽന, എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്, ഹാത്തു ബുർഹാനക്കും, നിങ്ങൾ തെളിവ് കൊണ്ടുവരും, നിങ്ങളുടെ തെളിവുകൾ ഹാജരാക്കൂ എന്നാണ് പറയുന്നത്. ഈ ഷാഹിദായി നിലകൊള്ളുന്ന ആളുകളോട് തെളിവ് ഹാജരാക്കാൻ പറഞ്ഞതായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ അവര് ദൗത്യം നിർവഹിച്ചതിനും ആ ദൗത്യത്തിനോട് സമൂഹം എങ്ങനെ പ്രതികരിച്ചു എന്നതിനും അതിനുപോൽബലകമായിട്ടുള്ള
അവരുടെ പ്രതികരണങ്ങൾക്കും ഒക്കെയുള്ള തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി അള്ളാഹു അവരോട് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതല്ലെങ്കിൽ ഈ ഷാഹിദുകൾക്കെതിരിൽ സമൂഹം അവരെ തള്ളിക്കളയുന്നതിന്, ഉദാഹരണത്തിന് പ്രവാചകന്മാരെയും അവരെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന മുഴുവൻ ആളുകളെയും നിഷേധിക്കുകയും കളവാക്കുകയും ഒക്കെ ചെയ്ത സമൂഹങ്ങൾ, ആ സമൂഹങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ പിൻബലമായിട്ട് എന്ത് ബുദ്ധിപരമായ യുക്തിപരമായ പിൻബലമാണ് ഉണ്ടായിരുന്നത്? എന്ത് തെളിവാണ്, എന്ത് ബുർഹാനാണ്, എന്ത് സാക്ഷ്യമാണ് അവർക്ക് അള്ളാഹുവിന്റെ മാർഗം കൈയൊഴിയുന്നതിന് വേണ്ടി അതിനനുകൂലമായി ഉണ്ടായിരുന്നത് എങ്കിൽ അത് അവര് ഹാജരാക്കട്ടെ. ഇതാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ആതു ബുർഹാനക്കും, നിങ്ങൾ ഓരോരുത്തരും സ്വീകരിച്ച നിലപാടിന് പിൻബലമായിക്കൊണ്ടുള്ള നിങ്ങളുടെ തെളിവ്, നിങ്ങളുടെ പിൻബലം, അത് നിങ്ങൾ ഹാജരാക്കുക. ഫഅലിമു അന്നൽ ഹഖ്ഖ ലില്ലാഹ്, ആ ഘട്ടത്തിൽ അവർ തിരിച്ചറിയുന്നു അള്ളാഹു അവന്റെ പക്ഷത്തായിരുന്നു സത്യം എന്ന കാര്യം. അവർക്ക് സംശയത്തിനിടമില്ലാത്ത വിധത്തില് ബോധ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്: അള്ളാഹുവിന്റെ പക്ഷമായിരുന്നു സത്യം. അവര് നിലക്കൊണ്ട, അവര് വാദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നില്ല, മറിച്ച് അള്ളാഹു സ്വീകരിച്ച, അള്ളാഹു വ്യക്തമാക്കിയ കാര്യങ്ങളായിരുന്നു സത്യം. അള്ളാഹുവിന്റെ പക്ഷം, അള്ളാഹു മുന്നോട്ട് വെച്ച കാര്യം, അതായിരുന്നു സത്യം എന്നത് ആ ഘട്ടത്തിൽ അവർക്ക് തിരിച്ചറിയുന്നു. ഫഅലിമു അന്നൽ ഹഖ്ഖ ലില്ലാഹ്. മാത്രവുമല്ല വളല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ, അവരെന്തൊക്കെയാണോ ചമച്ചുണ്ടാക്കിയിരുന്നത്, ഫോർജ് ചെയ്തുണ്ടാക്കിയിരുന്നത്, കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിരുന്നത്, സത്യത്തിനെ തോൽപ്പിക്കാൻ, പ്രവാചകന്മാരെ തള്ളിക്കളയാൻ, പ്രവാചക അനുയായികളെ ശത്രുക്കളായി കണ്ടുകൊണ്ട് അവരെ ദ്രോഹിക്കാൻ, സത്യത്തിനു വേണ്ടി നിലക്കൊണ്ട ഓരോ കാലഘട്ടത്തിലെയും അള്ളാഹുവിന്റെ പ്രാതിനിധ്യം നിർവഹിച്ച ആളുകൾക്കെതിരില് പല വാദങ്ങളും ഉന്നയിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചമച്ചുണ്ടാക്കിയിരുന്നോ അതൊക്കെയും തന്നെ അവരുടെ കാര്യത്തില് യാതൊരു പ്രയോജനവും ഇല്ലാതെ മാറുകയാണ്. അത് നിഷ്പ്രഭവും നിഷ്പ്രയോജനകരവുമായി മാറുകയാണ്. വളല്ല അൻഹും, അവരിൽ നിന്ന് തെറ്റിപ്പോയി, അവരിൽ നിന്ന് അകന്നു മാറി, അല്ലെങ്കിൽ അവർക്ക് പ്രയോജനമില്ലാത്തതായി മാറി. മാ കാനൂ യഫ്തറൂൻ, എന്തൊക്കെയായിരുന്നോ അവർ ഇഫ്തിറാ ചെയ്തിരുന്നത്, എന്തൊക്കെയായിരുന്നോ അവര് ചമച്ചുണ്ടാക്കിയിരുന്നത്, അത് വാദഗതികളാവാം, തെളിവുകളാവാം, അവരുടെ ന്യായങ്ങളാകാം, അവര് പലതും അവരുടെ നിലപാടിന് ഉപോത്ബലകമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അവയൊക്കെയും തന്നെ അവരിൽ നിന്ന് തെന്നി അകന്നു പോയി. ഇന്ന് അവർക്ക് അതൊന്നും പറയാൻ പോലും പറ്റുന്നില്ല. അതൊക്കെ ഫലശൂന്യമാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടത് കാരണമായി അതൊക്കെ നിസ്സാരമായി മാറി. അതൊന്നും അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു വാദമേ അല്ലാതെയായി. വളല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ, അവരെന്തൊക്കെയാണോ ചമച്ചുണ്ടാക്കിയിരുന്നത്. ഇപ്പൊ അള്ളാഹുവിന്റെ ഏകത്വം പ്രവാചകന്മാര് ഉദ്ഘോഷിച്ചപ്പോ അത് സ്വീകരിക്കാതിരിക്കാനുള്ള ന്യായമായിട്ട് അവരെന്തൊക്കെ ചമച്ചുണ്ടാക്കിയിട്ടാണോ പറഞ്ഞിരുന്നത് അതൊക്കെയും അവരിൽ നിന്ന് തെന്നി അകന്നു പോയി. അല്ലെങ്കിൽ അവർക്ക് അതൊന്നും ഇപ്പോ പറയാൻ പോലും പറ്റാത്ത അവസ്ഥയില് അപ്രസക്തമായി മാറി. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ അത് ഉന്നയിക്കുന്ന, വാദഗതികൾ ഉന്നയിക്കുന്ന കാലത്ത് അതിന് വലിയ പ്രസക്തിയൊക്കെ ഉണ്ടായിരുന്നു വരും. എന്നാൽ കാലങ്ങൾ പിന്നിടുമ്പോ അവ തീർത്തും അടിസ്ഥാനരഹിതമായ വ്യാജമായ ചില വാദങ്ങളായിരുന്നു എന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഇഫ്തിറാഇനെ പ്രതിനിധാനം ചെയ്യാൻ ആർക്കും കഴിയാണ്ടാകും. ആ വാദഗതികളൊന്നും അവർക്ക് എളുപ്പത്തിൽ എത്തിപ്പിടിക്കാൻ പറ്റുന്നതല്ലാതെയായി മാറിയിട്ടുണ്ടാകാം, നിഷ്പ്രയോജനകരമായി മാറിയിട്ടുണ്ടാകാം, ഫലശൂന്യമായി മാറിയിട്ടുണ്ടാകാം. ഈ അവസ്ഥയിലായിരിക്കും അവരുടെ വാദങ്ങള്, അവര് ആ വാദങ്ങൾക്ക് പിൻബലമായി ചമച്ച് കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിരുന്ന അവരുടെ തെളിവുകൾ, ഇതൊക്കെയും നിഷ്പ്രയോജനകരമായി മാറുന്ന ഒരു ദിവസമാണ്. അന്ന് നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ
നിങ്ങളുടെ നിലപാടിന് അനുകൂലമായി നിങ്ങൾ സ്വീകരിച്ച നിങ്ങളുടെ നയനിലപാടുകളുണ്ട് പ്രവാചകന്മാരുടെ കാര്യത്തിലും പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിന്റെ കാര്യത്തിലും ഒക്കെ. ആ നിലപാടുകൾക്ക് അനുകൂലമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന നിങ്ങളുടെ ബുർഹാനുകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ തെളിവുകൾ എന്തൊക്കെയാണ്, അതൊക്കെയും ഹാജരാക്കൂ എന്നാണ് അള്ളാഹു അവരോട് പറയുന്നത്. അപ്പോ പക്ഷേ അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം അള്ളാഹുവിന്റെ പക്ഷമായിരുന്നു ശരി, സത്യം അള്ളാഹു മുന്നോട്ട് വെച്ചതായിരുന്നു. അള്ളാഹുവിന്റെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് പ്രവാചകന്മാരും അവരുടെ പിന്മുറക്കാരും ഒക്കെ മുന്നോട്ട് വെച്ച കാര്യം തന്നെയായിരുന്നു ശരി എന്നത് അവർക്ക് ബോധ്യപ്പെടും. മാത്രവുമല്ല, എന്തായിരുന്നോ അവര് ഫോർജ് ചെയ്ത് ചമച്ച് കൂട്ടി ഉണ്ടാക്കിയിരുന്നത് അതൊക്കെയും തന്നെ നിഷ്പ്രയോജനകരമായി മാറുകയോ അവരിൽ നിന്ന് തെന്നി മാറി പോവുകയോ ചെയ്യും. അവർക്ക് അതൊന്നും എത്തിപ്പിടിക്കാനോ പ്രയോജനപ്പെടുത്താനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് സംജാതമാവുക എന്നാണ് അള്ളാഹു ഒരു താക്കീതിന്റെ സ്വരത്തില് ഈ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്. ഇന്നത്തെ നമ്മളുടെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. 2 ആയത്തുകളാണ് സൂറത്തുൽ ഖസസിലെ 2 ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഒരു ചോദ്യം നമ്മുടെ ഗ്രൂപ്പിൽ ഉന്നയിക്കപ്പെട്ടതുണ്ടായിരുന്നു. അത് നമസ്കാരം, നിസ്കാരം എന്നീ 2 വാക്കുകളെ കുറിച്ചാണ്. നിസ്കാരമല്ല ശരി, നമസ്കാരമാണ് ശരി എന്ന് പറയുന്നവര്, അങ്ങനെയുള്ളൊരു വിഷയമുണ്ടല്ലോ. ഇതിന് അറബിയിലെ ഖുർആനിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്വലാത്ത് എന്നതാണ്. ഇതുമായി ഈ പദങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളത് എന്നതൊക്കെയാണ് ആ ചോദ്യത്തിന്റെ വിശദാംശങ്ങൾ. നമ്മള് പഠിച്ചു വരുന്ന ഖുർആൻ ഭാഗവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ലെങ്കിലും ആളുകളുടെ മനസ്സിൽ പലപ്പോഴും രൂപപ്പെട്ടു വരാറുള്ള ഒരു ചോദ്യമാണിത്. അതിന് ഭാഗികമായ ഒരു ഉത്തരം ഗ്രൂപ്പില് ഒരാള് നൽകിയതും കാണുകയുണ്ടായി. ഞാൻ ആ ഉത്തരത്തിനോട് ചില കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. നമസ്കാരത്തിന് നമ്മള് 5 നേരം നിർവഹിക്കുന്ന നിർബന്ധ നമസ്കാരങ്ങളും അതുപോലെ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാ നിസ്കാരത്തിനും വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും ഒക്കെ ഉള്ള പ്രയോഗം സ്വലാത്ത് എന്നാണ്. സ്വലാത്ത് എന്ന വാക്കാണ് നമസ്കാരത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ സാക്ഷ്യത്തിന് ഷഹാദത്ത് എന്നും നമസ്കാരത്തിന് സ്വലാത്ത് എന്നും അതുപോലെ ജക്കാത്തിന് ജക്കാത്ത് എന്നും അതുപോലെ സൗമിന് നോമ്പിന് സൗമ് എന്നും ഹജ്ജിന് ഹജ്ജ് എന്നൊക്കെയുള്ള വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച വാക്കുകൾ തന്നെയാണ് ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ചില ചരിത്രപരമായ കാരണങ്ങളാൽ അനറബി സമൂഹങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിച്ചപ്പോ ഈ ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രാദേശിക ഭാഷകളിൽ പ്രയോഗങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. അങ്ങനെ മലയാളികൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു വാക്കാണ് നമസ്കാരം എന്നത്. നമസ്കാരം എന്നത് ഭാഷാപരമായിട്ട് ഒരാളോട് ബഹുമാനവും ആദരവും കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ആളുകൾ പരസ്പരം കാണുമ്പോൾ ഇവിടുത്തെ ഒരു ആദരിക്കുന്ന രീതി നമസ്കാരം എന്ന് പറയലാണ്. നമസ്കാരം എന്ന് പരസ്പരം പറയും. അങ്ങനെ ഒരു രീതി ഇവിടെ ഉണ്ട്. അത് വലിയ അളവോളം മുസ്ലിം സംസ്കാരത്തിന്റെ അസ്സലാമു അലൈക്കും എന്ന പ്രയോഗവും അതുപോലെ ആംഗല സംസ്കാരത്തിന്റെ ഗുഡ് മോർണിംഗോ അതുപോലെയൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ അതിനെ ഏകദേശമൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപൂർവം ആളുകൾ മാത്രമേ നമസ്കാരം എന്ന് പരസ്പരം കാണുമ്പോൾ ഇപ്പോൾ പറയാറുള്ളൂ. പക്ഷെ അതിന്റെ താല്പര്യം അത് ആരോടാണോ പറയുന്നത് അവരോട് കാണിക്കുന്ന ഭക്തി ആദരവും സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. ഇത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മുടെ സ്വലാത്തിന് ആ പ്രയോഗം വന്നിട്ടുണ്ടാവാൻ ഇടയുള്ളത് എന്നതിൽ സംശയമൊന്നുമില്ല. അത് നമസ്കാരം എന്ന് പറയണോ നിസ്കാരം എന്ന് പറയണോ എന്നത് അത്ര പ്രസക്തമായ ഒരു ചർച്ചയല്ല. യഥാർത്ഥത്തിൽ അത് ഒന്ന് വാമൊഴിയാണ്, മറ്റത് വരമൊഴിയാണ്. നമസ്കാരം എന്നതാണ് അതിന്റെ ശരിയായ പൂർണ്ണ രൂപം. അതാണ് വരമൊഴി. അതാണ് പെർഫെക്റ്റ് ആയ ഫോം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വാമൊഴിയായിട്ട് നിസ്കാരം
എന്നുള്ള പ്രയോഗമുണ്ട്. അത് മുസ്ലിങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിൽ വന്നിട്ടുള്ള ഒരു വാമൊഴി പ്രയോഗമാണ് നിസ്കാരം എന്ന്. അത് നമസ്കാരം എന്ന് പറയുന്ന രീതി സ്വീകരിച്ചാലും നിസ്കാരം എന്നുള്ള രീതി സ്വീകരിച്ചാലും രണ്ടും കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് തന്നെയാണ്. രണ്ടും മലയാള വാക്ക് തന്നെയാണ്. ഒന്ന് അതിന്റെ വാമൊഴി രൂപം സ്വീകരിച്ചു, ആ വാമൊഴി രൂപത്തിലാണ് ഇന്നുള്ളത് എന്നതാണ് അതിന്റെ ഒരു വ്യത്യാസം. വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ വാക്ക് യഥാർത്ഥത്തില് സ്വലാത്ത് എന്നതിന്റെ മലയാളമായിട്ട് വന്നതാണ്. സ്വലാത്ത് എന്ന വാക്ക് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരാളോട് ബഹുമാനം കാണിക്കാൻ, ആദരവ് കാണിക്കാൻ ഒക്കെയുള്ള ഒരു പ്രയോഗമാണ് അറബിയിൽ. അതുപോലെ സ്നേഹവും പിന്തുണയും പിൻബലവും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടും സലാത്ത് എന്നുള്ള വാക്ക് ഖുർആനിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അള്ളാഹുവും അവന്റെ മലായികത്തും അള്ളാഹുവിന്റെ പ്രവാചകന് സലാത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ മേൽ സലാത്ത് ആശംസിക്കുന്നു അദ്ദേഹത്തിന്റെ മേൽ എന്നൊക്കെ ഖുർആൻ പറയുന്നത് കാണാം. ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയുള്ള പ്രയോഗങ്ങളാണ് ഈ നബിയുടെ മേലുള്ള സ്വലാത്ത്, നമസ്കാരത്തിനുള്ള സ്വലാത്ത്, അങ്ങനെയൊക്കെയുള്ള അള്ളാഹു നബിയെ ആശംസിക്കുന്ന സ്വലാത്ത്, മലക്കുകൾ ആശംസിക്കുന്ന സ്വലാത്ത്, ഇതെല്ലായിടത്തും പ്രാർത്ഥന എന്നല്ല അർത്ഥം. അപ്പൊ ചിലയിടത്ത് ആശംസ എന്നുള്ളതും അതുപോലെ ആദരവ് സൂചിപ്പിച്ചുകൊണ്ടുള്ള അഭിസംബോധന എന്നൊക്കെയാണ് അർത്ഥം. ചിലയിടത്ത് പ്രാർത്ഥന, അള്ളാഹുവിനുള്ള പ്രാർത്ഥന എന്ന അർത്ഥമുണ്ട്. അപ്പോ ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥതലങ്ങളിൽ ഈ വാക്ക് പ്രയോഗത്തിലുണ്ട്. അറബിയില് ഈ പേർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് സ്വലാത്ത് എന്നാണെന്നും കാണാൻ കഴിയും. ഇംഗ്ലീഷിലേക്ക് വന്നപ്പോ ഇത് രൂപപരിണാമം വന്നിട്ട് നമുക്ക് ഇന്ന് അറിയുന്ന സല്യൂട്ട് എന്നുള്ള വാക്കുണ്ടല്ലോ, SALUTE, സല്യൂട്ട്, അത് ഈ സ്വലാത്ത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ വേറെ രൂപമാണ് സല്യൂട്ടേഷൻ. ഒരാളെ ബഹുമാനത്തോടു കൂടി അഭിസംബോധന ചെയ്യുന്നതിന് സർ, മാഡം എന്നൊക്കെ പറയുന്ന പ്രയോഗത്തിന് ഇംഗ്ലീഷിൽ സല്യൂട്ടേഷൻ എന്നാണ് പറയാ. യുവർ മെജസ്റ്റി എന്നൊക്കെ പറയുന്ന അത്തരം പ്രയോഗങ്ങൾ, യുവർ ഹൈനസ്, ഹിസ് ഹൈനസ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഇംഗ്ലീഷിലുണ്ട്. ആദരവ് കാണിക്കാൻ, വ്യത്യസ്ത തരം ആളുകളോട് കാണിക്കുന്ന ആദരവ് സൂചിപ്പിക്കാനാണ്. അപ്പൊ ഈ പ്രയോഗങ്ങളൊക്കെ തന്നെ ഇംഗ്ലീഷിലെ സല്യൂട്ടേഷൻസ് ആണ്. അത് ഈ അറബി വാക്ക് സ്വലാത്ത് എന്ന വാക്കിന്റെ രൂപപരിണാമം സംഭവിച്ചിട്ടുള്ള രൂപങ്ങളാണ് സല്യൂട്ടും സല്യൂട്ടേഷനും എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ എറ്റിമോളജിക്കൽ ആയിട്ടുള്ള അന്വേഷണം നടത്തിയാൽ നമുക്ക് അതിന്റെ കണക്ഷൻ മനസ്സിലാവും. അതാണ് ഞാൻ അത് സംബന്ധമായിട്ട് എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ള കാര്യം. അപ്പോ ഇത് അതിന്റെ ഉദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും അറബിയിലായാലും ആ കാര്യം പ്രയോഗത്തിൽ സ്വീകരിക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിട്ടുള്ളത്. നിസ്കാരമായാലും നമസ്കാരമായാലും പ്രശ്നമില്ല. ഇനി ഈ സ്വല എന്ന അറബി വാക്ക് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കാനാണ്. എന്തായാലും എനിക്ക് അതിനാണ് പ്രേരണ. സ്വലാത്ത് എന്ന പ്രയോഗം ഞാൻ ഓർത്തു പോകുന്നത്, അറബിയിലായിരുന്ന ഒരു ഘട്ടത്തില് ഈ അറബി മുത്തവ്വമാര് സ്വല 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 എന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് അങ്ങനെ പോകും. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ കടകൾ അടക്കാനും ആളുകൾ ധൃതിയിൽ പള്ളിയിലേക്ക് പോകാനും ഒക്കെ വേണ്ടി, അവരെ പ്രേരിപ്പിക്കാൻ വേണ്ടി സ്വല 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 എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകും. അപ്പൊ പലപ്പോഴും ഈ വിളിച്ചു പറയുന്ന സ്വല 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 എന്താണെന്നുള്ളത് പലർക്കും അറിഞ്ഞോളന്നില്ല. അതുകൊണ്ട് തന്നെ പല ആശയക്കുഴപ്പങ്ങളും പല തമാശകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ചിലരിത് ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ തിരിച്ച് മറുപടിയും പറയാറുണ്ട്. ഒരിക്കലും ഒരു ഫിലിപ്പിന് പറഞ്ഞതായിട്ട് പ്രചാരത്തിലുള്ള ഒരു തമാശ ഇങ്ങനെയാണ്. ഈ മുത്തവ്വമാര് സ്വല സ്വല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുമ്പോ അത് അവരുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്ത ലൗഡ് സ്പീക്കറിലാണ് അവർ പറഞ്ഞുകൊണ്ട് പോകുക. അപ്പൊ അവര് അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോ ഒരു ഫിലിപ്പീനി മറുപടി പറഞ്ഞത് ചല ചല ലേ ശാന്തമാപ്പി ചല എന്നാണ് അയാള് മറുപടി. അതായത്, നീ ഇങ്ങനെ സലാ സലാ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടല്ലോ, നിനക്കെന്തേ നിസ്കാരമൊന്നും വേണ്ടേ, നീ ഇങ്ങനെ റോട്ടിലൂടെ ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നാൽ മതിയോ എന്നാണ് ഫിലിപ്പിന് സംശയമായിട്ട് ചോദിച്ചതായിട്ട് അങ്ങനെ പ്രചാരത്തിലുള്ള ഒരു കഥയിലുണ്ട്. അത് അങ്ങനെയുള്ള രസകരമായ പല പ്രയോഗങ്ങളും അല്ലെങ്കിൽ തമാശകളും ഒക്കെ ഈ ഭാഷാപരമായ വൈവിധ്യത്തിന്റെ കാരണത്താൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഖസസിലെ 74, 75 ആയത്തുകളാണ്
നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.